കാര്യവട്ടം ക്യാമ്പസിലെ KSU-SFI സംഘർഷത്തിൽ സഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. SFIക്ക് ഇടിമുറിയുടെ ഭീകരതയെന്ന് പ്രതിപക്ഷം. SFI ആയതുകൊണ്ട് മാത്രം 35 പേർ കൊല്ലപ്പെട്ടെന്ന് മുഖ്യമന്ത്രി. ഈ കേരളത്തില് ഏറ്റവും ഒടുവില് രക്തസാക്ഷിയായ ധീരജ് രാജേന്ദ്രൻ അടക്കം 35 പേരാണ് SFIയുടെ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം അക്രമികൾക്ക് ക്യാമ്പസുകളിൽ അഴിഞ്ഞാടാനുള്ള ആഹ്വാനമെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭാ പ്രസംഗം ക്യാമ്പസുകളിൽ വീണ്ടും അക്രമികൾക്ക് അഴിഞ്ഞാടുന്നതിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ പേട്രണേജാണ് മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഇവിടെ നൽകിയത്. KPCC അധ്യക്ഷൻ K. സുധാകരനെതിരെ കൂടോത്ര അന്ധവിശ്വാസ പ്രയോഗമെന്ന് ആരോപണം. കണ്ണൂരിലെ വീട്ടിൽ തകിടുകളും രൂപങ്ങളും കണ്ടെത്തി. അപായപ്പെടുത്താൻ കഴിയില്ലെന്ന് K. സുധാകരൻ. ഇത് സീരിയസ് ആണ്. തലവേദന, തലയ്ക്ക് ഭാരം വരിക, തലയ്ക്ക് ഇന്ന് രാവിലെ വരെ ആസ്പത്രിയിൽ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറെ ചോദിച്ചപ്പോൾ എങ്ങനെയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് സ്ട്രെസ്സും തലക്കൊരു ഭാരവും ഉണ്ട്. തലയ്ക്ക് ഭയങ്കര ഭാരം പോലെ വരിക. കണ്ടെടുത്തത് സുധാകരന്റെയും രാജ്മോഹൻ ഉണ്ണിത്താന്റെയും സാന്നിധ്യത്തിൽ 1.5 വർഷം മുമ്പത്തെ ദൃശ്യങ്ങൾ പുറത്ത്. മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ദുരൂഹത അഴിയുന്നു. മുഖ്യപ്രതി അനിൽ ഇസ്രായേലിലുണ്ടെന്ന് കണ്ടെത്തി. മൃതദേഹം അനിൽ മാറ്റിയെന്ന് സംശയം. യന്ത്രസഹായത്തോടെ തെരച്ചിൽ നടത്താൻ പോലീസ്. അനിലിനെ നാട്ടിലെത്തിക്കാൻ ശ്രമം ആരംഭിച്ചു. കാസർഗോഡ് ജനറേറ്ററിൽ നിന്നുള്ള വിഷപ്പുക ശ്വസിച്ച് 38 വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം. സംഭവം കാഞ്ഞങ്ങാട് പുതിയകോട്ട ലിറ്റിൽ ഫ്ലവർ ഗേൾസ് സ്കൂളിൽ. അസ്വസ്ഥതയുണ്ടായത് സ്കൂളിന് സമീപത്തെ ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്നുള്ള പുക മൂലം. ഉത്തർപ്രദേശ് ഹാദ്രസ് ദുരന്തത്തിൽ 6 പേർ അറസ്റ്റിൽ. പിടിയിലായത് പരിപാടിയുടെ സംഘാടകരായ ബോലെ ബാബയുടെ അനുയായികൾ. ദുരന്തത്തിൽ മരിച്ച 121 പേരെയും തിരിച്ചറിഞ്ഞു. നഗരത്തിന് പുറമെ സംസ്ഥാനത്തെ ഗ്രാമീണ പാതകളിലും ദുരിതയാത്ര. കണ്ട ഭാവമില്ലാതെ അധികൃതർ. കേരള വിഷൻ ന്യൂസിന്റെ വാർത്താ പരമ്പര തുടരുന്നു. നവ കുഴിയടയ്ക്കാം. T20 ലോക കിരീടവുമായി ഇന്ത്യൻ ടീം മുംബൈയിൽ. നരിമാൻ പോയിന്റിൽ നിന്ന് വാങ്കഡെ സ്റ്റേഡിയം വരെ റോഡ് ഷോ. ടീം അംഗങ്ങൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി പ്രധാനമന്ത്രി.